ഉത്സവ തിരക്കിനിടയിൽ ബലൂൺ വിൽക്കുന്ന ബലൂൺകാരൻ ഉത്സവ തിരക്കൊഴിഞ്ഞപ്പോ തന്റെ ശേഖരമെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ തുടങ്ങുമ്പോൾ കറുത്തു മെല്ലിച്ച് പട്ടിണിക്കോലമായ ഒരു പയ്യൻ വന്ന് ഈ ബലൂൺകാരനോട് ചോദിച്ചു, ബലൂൺ മാമ, കറുത്ത ബലൂൺ മാത്രം എന്താണ് മുകളിലേക്ക് ഉയരാത്തത്? അപ്പോൾ ബലൂൺകാരൻ ആകാശത്തേക്ക് നോക്കി. പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്ത് തത്തിക്കളിക്കുന്നുണ്ട്. അതിലൊന്നും കറുത്തതായിരുന്നില്ല. ആ ബലൂൺ മാമ ഒന്നും മിണ്ടാതെ തന്റെ കൂടയിൽ നിന്ന് ഒരു കറുത്ത ബലൂൺ എടുത്ത് അതിന്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിന്റെ വാ കെട്ടി അത് മെല്ലെ മെല്ലെ പൊങ്ങി പൊങ്ങി മറ്റു ബലൂണുകൾക്കൊപ്പം തത്തിക്കളിച്ചു. ഇത് കണ്ട് കുഞ്ഞു പയ്യന് സന്തോഷമായി. അവൻ നിറചിരിയോടെ അവനെ നോക്കി നിന്നപ്പോ ബലൂൺ മാമ അവനെ നെഞ്ചോടടുക്കി പിടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ബലൂണിന്റെ നിറമല്ല, ബലൂണിന്റെ രൂപമല്ല, ബലൂണിന്റെ ആകൃതിയല്ല, അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ല, അതിൻ്റെ ഉള്ളിലുള്ള വാതകമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഏത് നാട്ടിലാണെന്നോ, നിങ്ങളുടെ ജാതി ഏതാണെന്നോ, നിങ്ങളുടെ മതം ഏതാണെന്നോ, നിങ്ങളുടെ രാഷ്ട്രീയം ഏതാണെന്നോ, നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്താണെന്നോ, നിങ്ങളുടെ പരിമിതികൾ എന്താണെന്നോ, നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താണെന്നോ, ഇതൊന്നുമല്ല നമ്മുടെ ജീവിത വിജയത്തിലേക്ക് ഉയർത്തുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ്, സ്വപ്നങ്ങളാണ്. അതുകൊണ്ടാണ് ദൈവങ്ങളെ മണക്കുന്ന രാമേശ്വരം ദ്വീപിൽ നിന്ന് കക്ക പെറുക്കി വിറ്റ് പേപ്പർ വിറ്റ് നടന്ന ഒരു സാധു ബാലൻ ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവും ഇന്ത്യയുടെ പ്രഥമ പൗരനുമായി തീർന്നപ്പോ നമ്മോട് പറഞ്ഞത്, സ്വപ്നം കാണുക, സ്വപ്നം കൊണ്ട് ജ്വലിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവുക. ആ ജ്വലനം നമ്മുടെ ജീവിത വിജയത്തിലേക്ക് ഉയർത്തും. നമ്മുടെ മക്കൾക്ക് എപ്പോഴെങ്കിലും ഈ കഥയൊന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ നേരം കണ്ടെത്തണേ.